ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മുടെ ഈ ഫുട്ബോൾ 2027 ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇപ്രാവശ്യത്തെ ടൈറ്റിലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഗ്രി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഡാറ്റ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡാറ്റ ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ പെസ്സിലെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ലോഗിൻ ബോണസ് ആയിട്ട് 10,000 GB കിട്ടുന്നുണ്ട്. പിന്നെ ന്യൂ സീസണിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 10 കോയിനും കൂടി കിട്ടുന്നുണ്ട്. ഇത് ഈ സീസൺ കഴിയുമ്പോഴേക്കും നമുക്കൊരു 100 കോയിനൊക്കെ കിട്ടും. ലോഗിൻ ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് തന്ന സാധനമാണ് ഈ കസ്റ്റം ടൂർണമെൻറ്റ്. അതിവിടെ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ പെസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡെയിലി ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. ഡെയിലി ഗെയിമിൽ ഇപ്പം പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ ബ്ലൂ റൗണ്ട് വരുമ്പോൾ അവിടെ ടാപ്പ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഡെയിലി ഗെയിം തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഇങ്ങനെ ആ ബ്ലൂ റൗണ്ട് വരുമ്പോൾ ആകെ ടാപ്പ് ചെയ്യാണ് വേണ്ടത്. എന്തായാലും ഇതൊരു അടിപൊളി സംഭവമാണ്. ഇപ്പോൾ പെനാൽറ്റിയിൽ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള സംഭവമാണ് കൊണ്ടുവന്നത്. ഈ ഒരു അപ്ഡേഷൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ഡെയിലി ഗെയിംസിൻ്റെ റിവാർഡ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒബാമയങ്കിൻ്റെ റിവാർഡ്സ് കാണാം. ഇതിൽ പ്ലേയിങ് സ്റ്റൈല്, ഗോൾ പൗച്ചറും ഫ്രണ്ട് ലൈൻ പ്രഷറുമാണ് കാണുന്നത്. ഇതൊക്കെ പ്ലെയർ സ്കിൽസിൽ വരുന്ന സംഭവങ്ങളാണ്. പിന്നെ റാൻഡം ബൂസ്റ്റർ ടോക്കനും ചാൻസ് ഡീലും അങ്ങനത്തെ കുറച്ച് റിവാർഡ്സൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഹോമിൽ പോയിട്ട് കോൺട്രാക്ട്സിൽ ഏതൊക്കെ പുതിയ പാക്സാണ് വന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിൽ ഫസ്റ്റ് തന്നെ 750 കോയിന് ഒരു മാനേജറെ പാക്കാണ് കാണുന്നത്. ഇതിനകത്ത് മാനേജറിൻ്റെ ക്യുക്കൗണ്ടർ 90ഉം ഔട്ട് വൈഡ് 89 ആണ്.
എന്തായാലും 750 കോയിന് നല്ലൊരു മാനേജറിൻ്റെ പാക്ക് തന്നെ ഇപ്രാവശ്യത്തെ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ പാക്കായിട്ട് വന്നിട്ടുള്ളത് മെസ്സിൻ്റെ 1700 കോയിൻ്റെ പാക്കാണ്. പിന്നെ അതേപോലെ വന്നിട്ടുള്ളത് യമാലിൻ്റെ 1800 കോയിൻ്റെ പാക്കാണ്. എന്തായാലും ഇതുപോലത്തെ പാക്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നേരെ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ മെസ്സിനെ നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യേണ്ട ഓഫറുണ്ട്. എന്തായാലും നമുക്കത് സ്പിൻ ചെയ്ത് നോക്കിയിട്ട് പുതിയ അപ്ഡേഷനിൽ ആനിമേഷനിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വരാം. പുതിയ ആനിമേഷനിൽ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി നമുക്ക് നേരെ എക്സ്ട്രാസിലേക്ക് പോയിട്ട് അവിടെ സപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പെഷ്യൽ പ്രൊമോഷൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ എൻ്റർ ഗിഫ്റ്റ് കോഡ് ക്ലിക്ക് ചെയ്ത് അവിടെ കണക്റ്റ് 813 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പ്ലെയറിനെ കിട്ടും. ഇനി നേരെ ഷോപ്പിൽ പോയിട്ട് ഈ ഫുട്ബോൾ കോയിൻസിൽ പോയി കഴിഞ്ഞാൽ 70 രൂപക്ക് സുവാരസിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. ഇത് റെഡീം ചെയ്തവർ സുവാരസിൻ്റെ ഈ പാക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനി നേരെ മിഷൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ടൊരു മാനേജറെ കിട്ടുന്നുണ്ട്. ലോങ് ബോളും ഓവർലോഡും 89 ഈ മാനേജർക്ക് വരുന്നത്. ഇനി നേരെ ഗെയിം പ്ലേയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെറ്റ് ഫോർമേഷനിൽ ഫ്ലൂയിഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യും. ഇനി നേരെ മാച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ കസ്റ്റം ടൂർണമെൻറ്റ് എന്നുള്ള പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ടൂർണമെൻ്റൊക്കെ നടത്താം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേഷനിൽ വന്ന എനിക്കറിയാവുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഫീച്ചേഴ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.